Welcome to the 29th lecture, Semester 6, Paper 4, BSc Physics Main. Paper is Digital Electronics and Computer Science. 29th lecture. Today's topic is Basic Structure of C++ Program. C++ Programming, second lecture. Basic Structure of C++ Program. So before going to see the details of the various terms in the C++ program, we now consider a program, a simple program, to understand its basic structure. What is the basic structure of a CPP program, C++ program? The C++ program is structured in a specific and particular manner. In C++, a program is divided into three sections. One, standard library function, two, main function section, and three, function body section. This can be explained by the following simple program to find the square root of a number. അപ്പോൾ ഒരു C++ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക രീതിയിൽ ഒരു സ്പെസിഫൈഡ് മാനറിലാണ് നമ്മൾ എഴുതുന്നത്, ഒരു പ്രത്യേക രീതിയിലാണ് എഴുതുന്നത്. അതിനകത്ത് മൂന്ന് പ്രധാനപ്പെട്ട സെക്ഷൻസ് ഉണ്ട്. ഓരോ പ്രോഗ്രാമിലും, ഓരോ CPP പ്രോഗ്രാമിലും, ഓരോ C++ പ്രോഗ്രാമിലും മൂന്ന് പ്രധാനപ്പെട്ട സെക്ഷനുണ്ട്. The first one, standard library function. The second is main function. The third is function body section. ഇങ്ങനെ മൂന്ന് സെക്ഷൻ, സ്റ്റാൻഡേർഡ് ലൈബ്രറി സെക്ഷൻ, മെയിൻ ഫംഗ്ഷൻ സെക്ഷൻ, ഫംഗ്ഷൻ ബോഡി സെക്ഷൻ, ഇങ്ങനെ മൂന്ന് പാർട്ടുകളാണ് ഓരോ C++ പ്രോഗ്രാമിലും ഉള്ളത്. This can be explained by the following simple program to find the square root of a number. ഒരു നമ്പറിൻ്റെ, ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കാണുന്ന ഒരു സിമ്പിൾ പ്രോഗ്രാം ഇവിടെ കൊടുത്തിട്ട് നമ്മൾ ഈ മൂന്ന് സെക്ഷനും എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ബേസിക് സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഒരു ബേസിക് സ്ട്രക്ചർ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഈ സ്ക്വയർ റൂട്ട് കാണുന്ന C++ പ്രോഗ്രാം നോക്കിയാൽ മതി. C++ പ്രോഗ്രാം ടു ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ. അപ്പോൾ ആ പ്രോഗ്രാമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിന് കൂടെ നമ്പർ ഇട്ട് ഒരു പച്ച സർക്കിളിനകത്ത് ഒരു സ്റ്റെപ്പ് ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. അപ്പോൾ ഈ സ്ക്വയർ റൂട്ട് കാണുന്ന ഒരു C++ പ്രോഗ്രാം അത് വായിക്കാനായിട്ട് ചിലർക്ക് പ്രയാസമായിരിക്കും. കാരണം ആദ്യം കാണുന്നവർക്ക് ചിലപ്പം പ്രയാസമുണ്ട്. ഇതിലെ പല ടേമുകളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് ചെറിയ ഡിഫിക്കൽട്ടി കാണും. എങ്കിലും ഞാൻ പറയുന്നത് പോലെ എഴുതണം, വായിച്ചെടുക്കണം. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം. ഹാഷ് എന്ന് പറഞ്ഞാൽ അറിയില്ല, ഹാഷ് സൈൻ, ഈ നമ്പർ സൈൻ, അത് ഹാഷ് ഇൻക്ലൂഡ് എല്ലാ സ്മോൾ ലെറ്റർ ആയിട്ട്, എല്ലാ സ്മോൾ ലെറ്റർ എഴുതണം. ഹാഷ് ഇൻക്ലൂഡ് എന്നിട്ട് ഒരു ബെൻഡ് ബ്രാക്കറ്റിനകത്ത് IO സ്ട്രീം എന്ന് എഴുതണം. IO സ്ട്രീം. ബെൻഡ് ബ്രാക്കറ്റ് റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ ആദ്യ സ്റ്റെപ്പ് വായിക്കുന്നത് എങ്ങനെയാണ്? ഹാഷ് ഇൻക്ലൂഡ് ബെൻഡ് ബ്രാക്കറ്റ് IO സ്ട്രീം, അല്ലെങ്കിൽ ഇട്ടാൽ സൈൻ പോലെ ഇട്ടാൽ മതി. IO സ്ട്രീം. അത് ആ സ്റ്റെപ്പ് നമ്പർ 1 ആയിട്ട് മാർക്ക് ചെയ്യുക. ഇതിൽ 1, 2, 3 നമ്മൾ പ്രോഗ്രാമിൽ എഴുതുന്നതല്ല, എങ്കിലും ഈ ഓരോ സ്റ്റെപ്പിൻ്റെ മീനിങ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്പർ ഇട്ടിരിക്കുന്നത്. അപ്പം മീനിങ് നമ്മൾ പുറകെ എഴുതുന്നുണ്ട്, അതുകൊണ്ടാണ് റൈറ്റ് സൈഡ് നമ്പർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യ ലൈൻ ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം, രണ്ടാമത്തത് ഹാഷ് ഇൻക്ലൂഡ് C മാത്ത്. അപ്പോൾ അത് എഴുതേണ്ടത് ഈ ബെൻഡ് ബ്രാക്കറ്റിനകത്ത് എഴുതണം C മാത്ത്. അതായത് C++ലെ മാത്ത് ലൈബ്രറിയാണ്, മാത്തമാറ്റിക്സ് ലൈബ്രറിയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് സെമിക്കോളൻ. യൂസിങ് നെയിം സ്പേസ്. ഇപ്പോൾ നെയിം സ്പേസും ഈ C++ലെ ഒരു പ്രധാനപ്പെട്ട ടേമായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. സ്റ്റാൻഡേർഡ് സെമിക്കോളൻ. ആ സെമിക്കോളൻ ഇടാൻ മറന്നു പോരുത്. സെമിക്കോളൻ ഇട്ടില്ലെങ്കിൽ ഇത് പ്രോഗ്രാം റണ്ണാകത്തില്ല, ഔട്ട്പുട്ട് കിട്ടത്തില്ല. പക്ഷേ നമ്മൾ ഈ IO സ്ട്രീം എഴുതുമ്പോഴും C മാത്ത് എഴുതുമ്പോഴും സെമിക്കോളൻ്റെ ആവശ്യമില്ല. ഇവിടെ വേണം നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് സെമിക്കോളൻ. ഇതിൻ്റെ മെയിൻ പാരന്തസിസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ ആരംഭിക്കുകയാണ്. ആദ്യം പറഞ്ഞത്
ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ആ മൂന്ന് ലൈൻ എന്ന് പറയുന്നത് പിന്നെ സ്റ്റാൻഡേർഡ് ലൈബ്രറി സെക്ഷനാണ്. അത് കഴിഞ്ഞിട്ടാണ് മെയിൻ ഫംഗ്ഷൻ സെക്ഷൻ ആരംഭിക്കുന്നത്. അതായത് ആ 4ാമത്തെ സ്റ്റെപ്പ് തുടങ്ങിയാണ് മെയിൻ ഫംഗ്ഷൻ സെക്ഷൻ ആരംഭിക്കുന്നത്. അവിടെ എന്തായിരിക്കുന്നത്? ഇൻറ്റി മെയിൻ പാരന്തസിസ് ഓപ്പണിംഗ് ബ്രേസ്, ഇൻറ്റി മെയിൻ പാരന്തസിസ് ഓപ്പണിംഗ് ബ്രേസ്. ഇപ്പം പാരന്തസിസ്, ബ്രേസ്, ബ്രാക്കറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് പാരന്തസിസ്, എന്താണ് ബ്രേസ്, എന്താണ് ബ്രാക്കറ്റ്? അപ്പോൾ നമ്മൾ ഈ മാത്തമാറ്റിക്സ് പഠിക്കുന്ന ഈ സിംഗിൾ ബ്രാക്കറ്റ്, ഡബിൾ ബ്രാക്കറ്റ്, സ്ക്വയർ ബ്രാക്കറ്റ്, അതിൽ ഇവിടെ വിളിക്കുന്ന പേര് പാരന്തസിസ്, ബ്രേസ്, ബ്രാക്കറ്റ് എന്നാണ്. അപ്പോൾ ആ നെയിമിങ്ങിന് ഒരു ചെറിയ വ്യത്യാസം നമ്മൾ കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ വരുത്തുകയാണ്. മാത്തമാറ്റിക്സിൽ അൽജിബ്രയിൽ നമ്മൾ പറയും സിമ്പിൾ ബ്രാക്കറ്റ്, പിന്നെ ഈ കേളി ബ്രാക്കറ്റിനെ നമ്മൾ ഡബിൾ ബ്രാക്കറ്റ്, പിന്നെ നമ്മൾ ചതുരത്തിടുന്നതിന് സ്ക്വയർ ബ്രാക്കറ്റ്, അങ്ങനെ എഴുതാറുണ്ട്. അതിന് പകരം ഈ സിമ്പിൾ ബ്രാക്കറ്റിനെ പാരന്തസിസ്, കേളി ബ്രാക്കറ്റിനെ അല്ലെങ്കിൽ ഈ ഡബിൾ ബ്രാക്കറ്റിനെ നമ്മൾ ബ്രേസ്, BRACE, ബ്രേസ്, പിന്നെ സ്ക്വയർ ബ്രാക്കറ്റിനെ നമ്മൾ സിമ്പിൾ ബ്രാക്കറ്റ് എന്ന് പറയും. ഓർക്കണം, പാരന്തസിസ്, ബ്രേസ്, ബ്രാക്കറ്റ്. ഇപ്പം ഇവിടെ ഇൻ്റെ മെയിൻ പാരന്തസിസ് പിന്നെ ബ്രേസിൻ്റെ ആ ലെഫ്റ്റ് ഹാഫ് മാത്രം ഇടണം, ലെഫ്റ്റ് ഹാഫ് ഒരു പകുതി മാത്രം ഇടണം. ഡബിൾ നമ്പർ, സ്ക്വയർ റൂട്ട്, സെമിക്കോളൻ, അത് 5ാമത്തെ ലൈനാണ്. അപ്പോൾ ഡബിൾ നമ്പർ വേരിയബിൾ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഡബിൾ നമ്പർ. അപ്പോൾ ഡബിളൊക്കെ നമ്മൾ പുറകെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇത് പഠിക്കാത്തവർക്ക് ഇത് മനസ്സിലാകത്തില്ല. അപ്പോൾ അത് ഇതുപോലെ കൊണ്ട് എഴുതിയാൽ മതി. ഡബിൾ നമ്പർ, സ്ക്വയർ റൂട്ട്, ഡബിൾ നമ്പർ, സ്ക്വയർ റൂട്ട്, സെമിക്കോളൻ, 5ാമത്തെ സ്റ്റെപ്പായില്ലേ. 6ാമത്തെ സ്റ്റെപ്പ് സി ഔട്ട്. സി ഔട്ട് എന്ന് പറയുന്നത്, അപ്പോൾ കൗട്ട് എന്നല്ല വായിക്കുന്നത്, സി ഔട്ട് എന്ന് വായിക്കാം. സി ഔട്ട് എന്ന് പറഞ്ഞാൽ ഈ C++ൽ ഔട്ട്പുട്ട് കാണുന്ന ഒരു ഫംഗ്ഷനാണ് സി ഔട്ട്. 2 ബ്രോക്കൺ ബ്രാക്കറ്റ് കൊടുക്കുക, 2 ബ്രോക്കൺ ബ്രാക്കറ്റ്. എന്നിട്ട് കൊട്ടേഷനകത്ത് എൻ്റർ നമ്പർ, സെമിക്കോളൻ, അത് 6th ലൈനാണ്. പിന്നെ സീൻ 2 ഗ്രേറ്റർ സൈൻ പോലെ കൊടുക്കുക, നമ്പർ, സെമിക്കോളൻ, അത് 7th സ്റ്റെപ്പാണ്. പിന്നെ സ്ക്വയർ റൂട്ട്, അസൈൻസ്, ആ സമം എന്നുള്ളത് അസൈൻസ് കേട്ടോ, അസൈൻസ് അല്ലെങ്കിൽ ഈക്വൽ ടു എന്നുള്ള സിമ്പിളാണ് കൊടുക്കുന്നത്. അസൈൻസ്, സ്ക്വയർ റൂട്ട്, പാരന്തസിസ്, നമ്പർ, പാരന്തസിനകത്ത് നമ്പർ എന്ന് ഇടണം. NU മീൻസ് നമ്പർ, അത്ര എഴുതാവും. നമ്പറിന് മൊത്തം വേണ്ട, NU എന്ന് മതി, അതാണ് വേരിയബിൾ നെയിം. സെമിക്കോളൻ, അത് നമ്പർ 8 ആണ്, സ്റ്റെപ്പ് 8 ആണ്. പിന്നെ സി ഔട്ട് നമ്മൾ പിന്നെ 2 ബ്രോക്കൺ ബെൻഡ് ബ്രാക്കറ്റ്, അതിനകത്ത് കൊട്ടേഷനകത്ത് സ്ക്വയർ റൂട്ട് ഓഫ്, കൊട്ടേഷൻ ക്ലോസ്ഡ്, 2 ലെസ് ദാൻ സൈൻസ്, NUM എന്ന് കൊടുക്കണം, NUM. എന്നാൽ റിട്ടേൺ 0 സെമിക്കോളൻ, അത് 10ാമത്തെ. അപ്പോൾ ആ മുകളിലത്തെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതായത് സി ഔട്ട്, സ്ക്വയർ റൂട്ട്, നമ്പർ, അത് 9ാമത്തെ സ്റ്റെപ്പ് എന്ന് മാർക്കണം. 9th സ്റ്റെപ്പ് എന്ന് മാർക്കണം, 9. അപ്പോൾ ആ സ്റ്റെപ്പ് നമ്പർ വിട്ടുപോയി, അത് 9 എന്ന് മാർക്ക് ചെയ്യണം. 9 റിട്ടേൺ 0 10. പിന്നെ നമ്മൾ ആ ബ്രേസ് നേരത്തെ ഓപ്പൺ ചെയ്ത് വരണം, അതിൻ്റെ റൈറ്റ് ഹാഫ് ഇവിടെ ഇടണം, ഇതിൻ്റെ പ്രോഗ്രാം ക്ലോസ് ചെയ്യണം. അപ്പോൾ അത് 11th സ്റ്റെപ്പാണ്. അപ്പോൾ ഒരു സ്റ്റെപ്പിൻ്റെ ആ നമ്പർ നമ്മൾ ഇവിടെ വിട്ടുപോയിട്ടുണ്ട്, അത് പിന്നെ 8 കഴിഞ്ഞ് 9 എന്ന് മാർക്ക് ചെയ്യണം. ആ പച്ച മഷിയിൽ 9, പച്ച ബാക്ക്ഗ്രൗണ്ടിൽ 9 എന്നുണ്ട്, അത് ആ 8 കഴിഞ്ഞുള്ള സ്റ്റെപ്പിൽ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയും ചെയ്താൽ, റൺ ചെയ്തിട്ട് നമ്മൾക്ക് ഇപ്പോൾ ഔട്ട്പുട്ട് കാണുകയാണെങ്കിൽ നമ്മളൊരു സംഖ്യ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമ്പർ ചോദിക്കും. അപ്പോൾ നമ്മൾ 250s അടിച്ചു കൊടുക്കണം. അപ്പോൾ ഉടനെ ഔട്ട്പുട്ട് നമുക്ക് ആൻസറായിട്ട് നമുക്ക് 16 കിട്ടും. അങ്ങനെയാണ് സ്ക്വയർ റൂട്ട് ഓഫ് 256 = 16 എന്ന് വരും. അതാണ് ഔട്ട്പുട്ട്. അപ്പം ഇതിൽ ഓരോ സ്റ്റെപ്പിൻ്റെയും മീനിങ് ആണ് പറയുന്നത്. ഒന്നാമത്തെ ലൈൻ, ഇൻക്ലൂഡ് ദ IO stream header file in our program
ടു യൂസ് ഇറ്റ്സ് ഫങ്ഷൻസ്. അപ്പോൾ ഓരോ സ്റ്റെപ്പുകളും നോക്കുക. ആ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ മീനിങ്, ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇൻക്ലൂഡ് ദ IO സ്ട്രീം ഹെഡർ ഫയൽ ഇൻ അവർ പ്രോഗ്രാം ടു യൂസ് ഇറ്റ്സ് ഫങ്ഷൻസ്. അപ്പോൾ ഇവിടെ ഹെഡർ ഫയൽ നമ്മൾ പ്രത്യേകം പഠിക്കുന്നതാണ്. അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യത്തെ ആ സ്റ്റെപ്പ് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഫംഗ്ഷൻ ഉപയോഗിക്കണം. നമ്പർ 2, ഇൻക്ലൂഡ് CMath library to use its functions. We want to use a function square root parenthesis defined in it. അപ്പോൾ രണ്ടാമത്തത് ഈ CMath ലൈബ്രറി ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ C++ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ട്, സൈൻ, കോസ്, ടാനൊക്കെ കാണുമ്പോഴേ, ലോജിക്ക് കാണുമ്പോൾ അവിടെ ഒരു ഇൻബിൽട്ട് ലൈബ്രറി ഉണ്ട്, ഇൻബിൽട്ട് ഫംഗ്ഷൻ ഉണ്ട്. അതിന് CMath ഫംഗ്ഷൻ ഉണ്ട്. CMath മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ആണ്. സിയിലെ C++ലെ മാത്സ്. അപ്പോൾ ആ മാത്ത് ഫംഗ്ഷൻസ് ലൈബ്രറിയാണ്. അത് കൊടുത്താലേ നമുക്ക് ഈ സ്ക്വയർ റൂട്ട് പോലെയുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ നടത്താൻ പറ്റുകയുള്ളൂ. അതിനാണ് നമ്മൾ ഈ സെക്കൻഡ് ലൈൻ കൊടുക്കുന്നത്. ഇനി തേർഡ് ലൈൻ, ഇൻക്ലൂഡ് സ്റ്റാൻഡേർഡ് നെയിം സ്പേസ് ഇൻ അവർ കോഡ് ടു യൂസ് ഇറ്റ്സ് ക്ലാസസ് വിത്തൗട്ട് കോളിങ് ഇറ്റ്. അപ്പോൾ നെയിം സ്പേസ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വേർഡാണ്. അത് നമ്മൾ അതിൻ്റെ മീനിങ് നമ്മൾ പുറകെ പറയുന്നതാണ്. അത് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ കോൾ മെയിൻ ഫംഗ്ഷൻ. അപ്പോൾ 3 സ്റ്റെപ്പ് കഴിഞ്ഞ് നാലാമത്തെ നമുക്കറിയാമല്ലോ, മെയിൻ ഫംഗ്ഷൻ ആരംഭിക്കുകയാണ്. കോൾ ദ മെയിൻ പാരന്തസിസ് ഫംഗ്ഷൻ. ഇത് എല്ലാ പ്രോഗ്രാമിൻ്റെയും മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് മെയിൻ പാരന്തസിസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് C ആയാലും C++ പ്രോഗ്രാം ആണെങ്കിൽ അത് വേണം. ദ പ്രോഗ്രാം ലോജിക് ഷുഡ് ബി ആഡഡ് വിത്തിൻ ദ ബോഡി ഓഫ് ദിസ് ഫംഗ്ഷൻ. ഇതിനകത്താണ് പ്രോഗ്രാം ലോജിക് ആഡ് ചെയ്യുന്നത്. അടുത്തത് ഡിക്ലെയർ 2 ഡബിൾ വേരിയബിൾസ് നമ്പർ ആൻഡ് സ്ക്വയർ റൂട്ട്. അപ്പോൾ അവിടെ ഡബിൾ എന്നൊരു സ്റ്റെപ്പ് പറഞ്ഞല്ലോ, വായിച്ചല്ലോ. ഡബിൾ അഞ്ചാമത്തതൊന്ന് പോയി നോക്കാം. നമ്പർ 5 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡബിൾ നമ്പർ സ്ക്വയർ റൂട്ട്. അപ്പോൾ 2 വേരിയബിളാണ്, ഒരു നമ്പറും ഒരു സ്ക്വയർ റൂട്ടും വേണം. അതിനാണ് ഡബിൾ എന്ന് കൊടുക്കുന്നത്. ഡബിൾ ഒരു കീവേഡാണ് ഈ പ്രോഗ്രാമിൽ. അഞ്ചാമത് ഡിക്ലെയർ 2 ഡബിൾ വേരിയബിൾസ് നമ്പർ ആൻഡ് സ്ക്വയർ റൂട്ട്. ആറാമത് പ്രിന്റ് സം ടെക്സ്റ്റ് ഓൺ ദി കൺസോൾ. ദ ടെക്സ്റ്റ് ആസ് ദ യൂസർ ടു എൻ്റർ ദി നമ്പർ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് കൺസോൾ എഴുതണം. ആറാമത്തെ പോയിന്റ് എൻ്റർ നമ്പർ. അപ്പോൾ എൻ്റർ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കണം, കീവേഡിൽ അടിച്ചു കൊടുക്കണം. ഈ കൺസോൾ എന്ന് പറഞ്ഞാൽ കീവേഡ് ഉൾപ്പെടെയുള്ള മൊത്തം ഭാഗത്താണ്. അതിൽ ക്യാബിനറ്റ്, അതിൻ്റെ സ്ക്രീൻ, അങ്ങനെയുള്ള ഭാഗത്തെയാണ് നമ്മൾ കൺസോൾ എന്ന് പറയുന്നത്. കൺസോൾ, ക്യാബിനറ്റ് എന്ന് പറയും. ഇപ്പോൾ കീബോർഡ് അതിൻ്റെ പാർട്ടാണ്. പിന്നെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ പാർട്ടാണ്. ഇപ്പോൾ ടച്ച് സ്ക്രീൻ ആണെങ്കിൽ ടച്ച് ചെയ്യണം. അപ്പോൾ ആ മൊത്തം ഭാഗത്തെ വിളിക്കുന്ന ഒരു പേരാണ് കൺസോൾ. കീബോർഡ് ഈസ് എ പാർട്ട്. അപ്പോൾ എന്താണ്, പ്രിന്റ് സം ടെക്സ്റ്റ് ഓൺ ദി കൺസോൾ. Console means the keyboard, the keyboard, the cabinet, the screen, etc. അപ്പോൾ അവിടെ ആ സ്ക്രീനിൽ വരാനായിട്ട് എൻ്റർ ദി നമ്പർ എന്ന് വരാനായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കണം. പിന്നെ കീബോർഡിൽ ദ ടെക്സ്റ്റ് ആസ്ക്സ് ദി യൂസർ ടു എൻ്റർ എ നമ്പർ. അപ്പോൾ അതിൽ ടെക്സ്റ്റ് ഒരു നമ്പർ നമ്മൾ ചോദിക്കും. ഏത് റൂട്ടാണ് കാണേണ്ടത് എന്ന നമ്പർ ചോദിക്കും. ഏതിൻ്റെ റൂട്ടാണ് കാണേണ്ടത്. ഏഴാമത്തത് read the user input from the keyboard. The input will become the value of the variable number. അപ്പോൾ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കണം. ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്ന വേരിയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ആയിരിക്കണം. ഏത് നമ്പറിൻ്റെ സ്ക്വയർ റൂട്ടാണ് കാണേണ്ടത് അതാണ്. എട്ടാമത് call the library function square root parenthesis which calculates the square root of a number. We passed the parameter number to the function, meaning it will calculate the square root of the number. This function is defined in the CMath library. അപ്പോൾ CMath library ഫംഗ്ഷനിൽ ബിൽറ്റ് ഫംഗ്ഷനിൽ ഇൻബിൽട്ട് ഫംഗ്ഷൻ, ഈ ലൈബ്രറിയിൽ കുറേ ഇൻബിൽട്ട് ഫംഗ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിലാണ് ഒന്നാണ് CMath. അപ്പോൾ CMathലെ ഈ സ്ക്വയർ റൂട്ട് എന്നുള്ള ഫംഗ്ഷൻ
നമ്മൾ കൊടുത്ത ഇൻപുട്ട് ചെയ്ത നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കും. നമ്പർ 9, പ്രിന്റ് ദി നമ്പർ എൻറ്റേർഡ് ബൈ ദ യൂസർ ഇൻ സ്ക്വയർ റൂട്ട് ആൻഡ് സം അതർ ടെക്സ്റ്റ് ഓൺ ദി കൺസോൾ. അപ്പോൾ 9ാമത്തെ ഓപ്പറേഷൻ നോക്കിയേ. 9ാമത്തെ ഓപ്പറേഷൻ നമുക്ക് തിരിച്ച് പോയി നോക്കാം. 9ാമത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ മാർക്കിങ് വിട്ടുപോയതാണ്. സി ഔട്ട് സ്ക്വയർ റൂട്ട് നമ്പർ. അപ്പോൾ അത് ഔട്ട്പുട്ട് തരുന്നതാണ്. ഇത് ലാസ്റ്റ് സെക്ഷനാണത്. ഇപ്പോൾ സി ഔട്ട് എന്ന് കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ച് തരും. അതാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്പർ 9, പ്രിന്റ് ദ നമ്പർ എൻറ്റേർഡ് ബൈ ദ യൂസർ. നമ്മൾ കൊടുത്ത നമ്പർ പ്രിന്റ് ചെയ്യും. ഇറ്റ്സ് സ്ക്വയർ റൂട്ട് ആൻഡ് സം അതർ ടെക്സ്റ്റ് ഓൺ ദി കൺസോൾ. അതായത് നമ്മൾ കൊടുത്ത നമ്പർ ഇൻപുട്ട് ചെയ്ത നമ്പർ കാണിക്കും. സ്ക്വയർ റൂട്ടിന് നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് എന്ന് ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, അത് കാണിക്കും. പിന്നെ റൂട്ടും കാണിക്കും. കൺസോൾ ആ സ്ക്രീൻ നമ്മൾ ഡിസ്പ്ലേ സ്ക്രീനിൽ കാണിക്കും. കൺസോൾ ഞാൻ പറഞ്ഞല്ലോ, കൺസോൾ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്പ്ലേ സ്ക്രീൻ ഉൾപ്പെടെ ഉള്ള ക്യാബിനറ്റ് അവിടെ എഴുതി കാണിക്കും. എത്ര കാണിക്കും? ഈ സി ഔട്ടിൽ നമ്പർ പ്രിന്റ് ചെയ്യും, സ്ക്വയർ റൂട്ട് ഓഫ് എന്ന് കാണിക്കും, പിന്നെ അതിന് കൂടെ റൂട്ടും കാണിക്കും. 10ാമത്, ദ പ്രോഗ്രാം മസ്റ്റ് റിട്ടേൺ വാല്യൂ അപ്പോൺ സക്സസ്ഫുൾ കംപ്ലീഷൻ. പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ തരണം. ആ വാല്യൂ തരാനുള്ള ഓപ്പറേഷനാണ് നമ്പർ 10, റിട്ടേൺ 0 സെമിക്കോളൻ. പിന്നെ ലാസ്റ്റ് എൻഡ് ഓഫ് ദി ബോഡി ഓഫ് ദി മെയിൻ പാരന്റീസ് ഫംഗ്ഷൻ. അവസാനം നമ്മൾ ആ കേളി ബ്രാക്കറ്റ് റൈറ്റ് ഹാഫ് ക്ലോസ് ചെയ്യുമല്ലോ, അത് പ്രോഗ്രാം എൻഡ് ചെയ്തു എന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞൊരു ചെറിയൊരു സമ്മറിയാണ്. ഇതിൻ്റെ പ്രോഗ്രാം ലൈൻ നമ്പേഴ്സ് 1, 2, 3 ആ പച്ച ബഷീൽ കാണിച്ചിരിക്കുന്ന ലൈൻ നമ്പറാണ് ഉദ്ദേശിക്കുന്നുണ്ടോ? ലൈൻ നമ്പേഴ്സ് 1, 2, 3 റെപ്രസെൻറ്റ് സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫങ്ഷൻസ്. In the above program, the line numbers 1, 2 and 3 represent standard library function. ഇപ്പോൾ ലൈബ്രറി ഫങ്ഷൻ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആ 1, 2, 3 ഭാഗങ്ങളിൽ കൊടുത്തിരിക്കുന്നതാണ്. നമ്പർ 2, ലൈൻ 4 gives the start of main function section. The brace left half signifies the start of a block of code and brace right half signifies the end. അപ്പോൾ ഈ നമ്മൾ കൊടുക്കുന്ന കോഡുകളുടെ ആ ബ്ലോക്ക് പ്രോഗ്രാമിൻ്റെ എൻ്റെ ഒരു ബ്ലോക്കിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ആ ലെഫ്റ്റ് സൈഡ് ബ്രേസ് കാണിക്കുന്നത്, എൻഡാണ് റൈറ്റ് സൈഡ് ബ്രേസ് കാണിക്കുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കണം, ഈ ബ്രേസ് നമ്മൾ തുടങ്ങിയാൽ അത് ഈ രണ്ടാമത്തെ പാർട്ടിട്ട് അവസാനിക്കണം, അല്ലെങ്കിൽ പ്രോഗ്രാം റൺ ചെയ്യത്തില്ല. ഒരു ബ്രേസ് ആരംഭിച്ചാൽ അത് ആ പ്രോഗ്രാമിൽ നമ്മൾ ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. ലൈൻ നമ്പർ 7 ഷോസ് ദ ബിഗിനിങ് ഓഫ് ഫങ്ഷൻ ബോഡി സെക്ഷൻ. ഇപ്പം മൂന്നാമത്തെ പ്രോഗ്രാമിലെ മൂന്നാമത്തെ സെക്ഷനാണല്ലോ ഫങ്ഷൻ ബോഡി സെക്ഷൻ. അത് ലൈൻ 7 ആരംഭിക്കും. ദ നെയിം സി ഔട്ട് ഈസ് എ ഷോർട്ട് ഫോം ഓഫ് ക്യാരക്ടർ ഔട്ട്പുട്ട്. നമുക്ക് തരുന്ന ഔട്ട്പുട്ട് ക്യാരക്ടർ ടൈപ്പാണ്. ചാർ ടൈപ്പ് എന്നാണല്ലോ. ചാർ ടൈപ്പ് നിങ്ങൾ പറയാൻ പോകും കേട്ടോ. ചാർ ടൈപ്പ്, ഇൻറ്റ് ടൈപ്പ്, ചാർ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞുള്ളൂ. ഡേറ്റ ടൈപ്സ് നിങ്ങൾ പഠിക്കും. ദ നെയിം സി ഔട്ട് ഈസ് ദ ഷോർട്ട് ഫോം ഓഫ് ദി ക്യാരക്ടർ ഔട്ട്പുട്ട്. അപ്പോൾ എന്താണ് സി ഔട്ട്, എന്താണ് സി ഇൻ, എന്താണ് ഇൻറ്റ്, ഇതൊക്കെ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന് കുറേ ടേംസ്, മിക്കവാറും ടേംസ് പരിചയമില്ലാത്തതാണ്. അപ്പോൾ പ്രോഗ്രാം അതേപടി ഇപ്പോൾ നിങ്ങൾ പഠിക്കുക. എന്നിട്ട് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിലാണ് ഈ ടേമുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഏത് ടേം വേണമെങ്കിലും ചോദിക്കുക. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സി ഔട്ട്, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് സി ഇൻ, വാട്ട് ഈസ് IO സ്ട്രീം, വാട്ട് ഈസ് ഹെഡർ ഫയൽ, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് മെയിൻ പാരന്റീസ് ഫംഗ്ഷൻ, ഇങ്ങനെയൊക്കെ, വാട്ട് ഈസ് റിട്ടേൺ 0, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം തുടർന്നുള്ള ക്ലാസ്സുകളിലാണ് മനസ്സിലാക്കുന്നത്. തൽക്കാലം ഈ പ്രോഗ്രാം പഠിക്കുക. ഈ പ്രോഗ്രാം സ്ക്വയർ റൂട്ട് കാണുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം വെച്ച് നമ്മൾ ഒരു സി പ്രോഗ്രാമിലെ ബേസിക് സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. ഇത്തരം ഒരു ക്വസ്റ്റ്യൻ പരീക്ഷ കണ്ടിട്ടുണ്ട് സിയിലൊക്കെ. ഗിവ് ദ സ്ട്രക്ചർ, ബേസിക് സ്ട്രക്ചർ ഓഫ് എ സി പ്രോഗ്രാം.
അപ്പോൾ ഇങ്ങനെ ഒരു എക്സാമ്പിൾ എഴുതി നിങ്ങൾക്ക് കാണിക്കാവുന്നതല്ല. അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രോഗ്രാംസ് നമ്മൾ പഠിക്കും. പ്രോഗ്രാം ടു ആഡ് ടു നമ്പേഴ്സ് അപ്പോൾ അത് എഴുതിയിട്ട് വേണമെങ്കിൽ അതിനകത്തുള്ള ഓരോ ലൈനും എന്താണ് മീൻ ചെയ്യുന്നത് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ചോദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഡിസ്ക്രൈബ് വിത്ത് ആൻ എക്സാമ്പിൾ ആയിട്ട് അയ്യുണ്ട്. ഡിസ്ക്രൈബ് വിത്ത് ആൻ എക്സാമ്പിൾ ദ ബേസിക് സ്ട്രക്ചർ ഓഫ് എ C++ പ്രോഗ്രാം. എക്സ്പ്ലെയിൻ ദ വേരിയസ് കോഡ്സ് യൂസ്ഡ് ഇൻ ഇറ്റ്. അപ്പോൾ ഒരു C++ പ്രോഗ്രാം പറയുക. നമ്മൾ ഈ സ്ക്വയർ റൂട്ട് കാണുന്ന പ്രോഗ്രാം തന്നെ എഴുതിയാൽ മതി. എക്സ്പ്ലെയിൻ ദ വേരിയസ് കോഡ്സ് യൂസ്ഡ് ഇൻ ഇറ്റ്. അപ്പോൾ എന്തെല്ലാം കോഡുകളാണ്, കാരണം ഇത് ഈ ലാംഗ്വേജ് കോഡ് ഭാഷയാണല്ലോ, എന്തെല്ലാം കോഡുകളാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചത് എന്നുള്ളത് എഴുതണം. അതിനാണ് നമ്മൾ ആ 11 ലൈൻസ് പ്രത്യേകം താഴെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതും എഴുതേണ്ടി വരും. അല്ലെങ്കിൽ ഇത് വേറെ ചോദ്യമാണ്. റൈറ്റ് എ C++ പ്രോഗ്രാം ടു ഫൈൻഡ് ഇത് സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ. അപ്പോൾ അതൊരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കാണാതെ പ്രോഗ്രാം പറയുക. പറയാൻ പറഞ്ഞാൽ ആ പ്രോഗ്രാം മാത്രം എഴുതിയാൽ മതി. ആ പച്ച നമ്പർ പോലും ഇടണ്ട. ആ 1 2 3 എന്നുള്ള 11 ആ നമ്പർ വേണ്ട, ചുമ്മാ ഒരു പ്രോഗ്രാം എഴുതിയാൽ മതി. പിന്നെ നമ്മൾ ആ സെക്ഷൻ, ആ പ്രോഗ്രാം സെക്ഷൻ മാത്രം എഴുതിയാൽ മതി. റൈറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതാണ് കൊടുത്തിരിക്കുന്നത്. പച്ച ബാക്ക്ഗ്രൗണ്ടിലെ 1 2 3 11 നമ്പേഴ്സിൻ്റെ ആവശ്യമില്ല. കാരണം പ്രോഗ്രാം പറയുമ്പോൾ അങ്ങനെ നമ്പർ കൊടുക്കാറില്ല. ഇവിടെ നമ്മൾ നമ്പർ ഇട്ടിരിക്കുന്നത് ആ ഓരോ സ്റ്റെപ്പും എന്താണ് മീൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതാണ് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ CPP പ്രോഗ്രാമിൻ്റെ C++ പ്രോഗ്രാമിൻ്റെ ബേസിക് സ്ട്രക്ചർ. വിത്ത് ദിസ് our second lecture on C++ programming is over. Thank you very much.